ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ട്രൂത്തിൽ കൂടെ പറഞ്ഞു, ഇറാനും അമേരിക്കയും തമ്മിൽ ഡീല് സൈൻ ചെയ്യുകയാണ് ഞായറാഴ്ച, ഡിജിറ്റലായിരിക്കും. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ എന്ന് പറയാനുണ്ടായ കാരണം അവിടെയുള്ള ഷിയ, അതായത് മുസ്ലിം കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹാർഡ് കോർ ആയിട്ടുള്ളവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അവിടുത്തെ മീഡിയയൊക്കെ വലിയ ഡിസ്കഷനായ സോഷ്യൽ മീഡിയയിൽ. കാരണം അമേരിക്ക അവിടെ ഇൻവേഡ് ചെയ്യുകയാണ്, പൂർണ്ണമായിട്ടും ഇറാൻ സറണ്ടർ ചെയ്തു ഈ ഡീലിനകത്ത്. ഇതാണ് ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പല വീഡിയോയിലും പറയുന്നത്. എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന ഈ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെയും ലോങ് റേഞ്ചിൻ്റെയും കാര്യം, മിസൈലിൻ്റെ കാര്യമൊക്കെ അവരെ എന്നേ അംഗീകരിച്ചതാണ്. ഇത്ര നാളത്തേക്ക് അത് പോസ് ചെയ്യാം. അത് പുറമേ കാണിച്ചതാ. അമേരിക്കയുടെ താല്പര്യം, അവർക്കുണ്ടായ നഷ്ടം, അതിനേക്കാൾ ഉപരിയായിട്ട് ഇറാൻ്റെ ഓയിലിനകത്ത്, കാരണം ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ നല്ലപോലെ ഓയിൽ ഉൽപ്പാദിപ്പിക്കണം. ഇനി അതിൻ്റെ വളരെ റിസർവ് ഉള്ള രാജ്യമാണ്, വളരെ സ്മൂത്ത് ഓയിൽ. കാരണം അമേരിക്കയുടെ വെനൂസിലേക്ക് കഴിഞ്ഞാൽ ഹാർഡാണ് ഈ സംഭവം. ഇത് വളരെ സ്മൂത്താണ്, റിഫൈൻ ചെയ്യാൻ വലിയ ചിലവ് വരുന്നില്ല. അതിനകത്ത് അപ്പർ ഹാൻഡ് കൊടുക്കണം. അമേരിക്കയായിരിക്കും അത് കച്ചവടം നടത്തുന്നത്. അതായത് അമേരിക്കൻ കമ്പനികൾ തിരിച്ചു വരും. ഇതാണ് ഇവരുടെ പിന്നെ രണ്ടാമത് ഇവരുടെ ഡിമാൻഡ് ഉണ്ടായിരുന്നു, അവിടെയുള്ള ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യരുത്. ഇതൊന്നും ഈ പറയുന്ന പുറമേ പറയത്തില്ല. കാരണം അവർക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കണം. അവിടെ പെർസിക്യൂഷൻ നടക്കുന്നുണ്ട്, പല ആൾക്കാരും ജയിലിലുണ്ട്, അവരെ മുഴുവൻ റിലീസ് ചെയ്യണം. ഇത് പല മീഡിയയിലും വരാൻ തുടങ്ങി. അതാണ് അവിടുത്തെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഷിയ അവരുടെ പ്രശ്നം. കാരണം പിന്നെന്തിനാ ഈ വാറിന് ഈ സംഭവം ഉണ്ടാക്കാൻ പോയത്? ചോദ്യം കറക്റ്റില്ല. പിന്നെന്തിനാ ഈ വാറും ഈ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോയതിൻ്റെ കാര്യം എന്താണ്? അതിനുശേഷം വലിയ സംഭവം പിച്ച് മാറിയതാ. ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു, അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു. അവിടുത്തെ അലി ഖമൈനി ഉൾപ്പെടെ ഇസ്ലാമിക ഷിയയുടെ എത്ര സീനിയർ ലീഡേഴ്സ് അവരാണ് കൊല്ലപ്പെട്ടത്. ഇറാൻ്റെ എത്രമാത്രം സീനിയർ ആയിട്ടുള്ള പട്ടാള ഓഫീസേഴ്സ്, ഈ ഷിയ ഭരണകൂടവുമായിട്ട് ബന്ധമുള്ളവർ, ഏറ്റവും കൂടുതൽ ബന്ധം അവരെ കൊണ്ട് നടന്നവർ, എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? എത്ര പട്ടാളത്തിൻ്റെ യൂണിറ്റുകൾ, പട്ടാളത്തിലെ പല സൈനിക സംഭവങ്ങൾ, എത്ര എണ്ണമാണ് നശിച്ചു പോയത്? അതിനത് റീബിൽഡ് ചെയ്യാൻ എത്ര സമയം എടുക്കും? മിനിമം 5 വർഷം എടുക്കും. ഈ പണം ഇവിടുന്നാണ്. അതാണ് പറഞ്ഞ അമേരിക്കയിൽ അസറ്റ് ഉണ്ട്, ഇവരുടെ ഫ്രീസ് ചെയ്ത സാധനം, അത് റിലീസ് ചെയ്യുക. അതും അമേരിക്ക അതിന് മോണിറ്റർ ചെയ്യും. അത് ഫ്രീ ആയിട്ടും കൊടുക്കുകയല്ല ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യും. ആ പണം എടുത്ത് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വെപ്പൺസ് മേടിക്കാനും ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. അതും മോണിറ്റർ ചെയ്യും. അതായത് ഇറാൻ്റെ ഓയിൽ കംപ്ലീറ്റ് അമേരിക്കയുടെ കൺട്രോളിൽ പോയി. 3 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞത് കേട്ടില്ലേ? ഇറാൻ്റെ ഓയിൽ എങ്ങനെയാണ് വെനൂസിലയുടെ ഓയിൽ അവരെടുത്തത്, അതേപോലെ തന്നെ ഇറാൻ്റെ ഓയിൽ എടുക്കുമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അവർ ഫിസിക്കലായിട്ട് എടുക്കും, അല്ലെങ്കിൽ ഡീൽ സൈൻ ചെയ്തു. ഇപ്പം ഈ പെട്ടെന്ന് ഡീൽ സൈൻ ചെയ്യാമെന്ന കാരണം എന്താ പെട്ടെന്ന് ഇറാൻ തയ്യാറായത്? ഇപ്പം ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്, ഇറാൻ വെറുതെ ഈ ലെബനൻ പ്രശ്നത്തിൽ കയറി ഇടപെട്ട് അവർ ഇസ്രായേലിലോട്ട് 20ഓളം മിസൈൽ വിട്ടു. ഇസ്രായേൽ തിരിച്ചടിച്ചു. കാരണം അവർ പല ടാർജറ്റുകൾ ഇങ്ങനെ നോക്കി വെച്ചേക്കുവാണ്. അവിടെ കയറി ഹിറ്റ് ചെയ്തു. ഏകദേശം അവർ 600 എണ്ണമായി ഹിറ്റ് ചെയ്തേക്കുന്ന ടാർജറ്റുകൾ പെട്ടെന്ന് പോയി ഹിറ്റ് ചെയ്തു. എന്നിട്ട് അമേരിക്കൻ ചോപ്പർ ഹോർമുസിൽ വെച്ച് അപ്പാച്ചി എന്ന് പറഞ്ഞ് ചോപ്പറിനെ വെടിവെച്ചിട്ടു ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം. അപ്പോൾ അതിന് അമേരിക്ക 2 ദിവസം ഇറാൻ്റെ മുകളിൽ പിന്നങ്ങ് കയറി അങ്ങ് മേഞ്ഞു. അതിനകത്ത് മനസ്സിലായ സംഭവം, ഇറാൻ്റെ ഡീസാലിനേഷനും പവർ ചില സംഭവങ്ങൾ കയറി ഹിറ്റ് ചെയ്തു. എന്നിട്ട് കുറച്ച് ബാക്കിയും കൂടെ ഹിറ്റ് ചെയ്ത് മുഴുവൻ അന്ധകാരമാക്കും. ഇറാന് വേറെ രക്ഷയില്ല. അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് അവിടുത്തെ ഷിയ ആൾക്കാരും അവിടുത്തെ മീഡിയയിലൊക്കെ പറയുന്നത്, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, മുഴുവനും പോയി സറണ്ടർ ചെയ്ത് കൊടുത്തു.
അമേരിക്കയുടെ മുമ്പിൽ ഇസ്രായേലിൻ്റെ മുമ്പിലും. ഇനിയും ചോദ്യര് ഒക്ടോബർ 8 ഒക്ടോബർ ഈ ഹമാസ് നടത്തിയ സംഭവം, ആ വാർ എവിടെ ചെന്നാ നിന്നെന്ന് നോക്ക നിങ്ങൾ. അതിന് ഒറിജിനേറ്റ് ചെയ്ത് ഇറാൻ്റെ വെടി അങ്ങ് തീർത്ത് കൈ കൊടുത്തു. ഇറാൻ കംപ്ലീറ്റ് തകർന്ന്, അവിടുത്തെ പൊളിറ്റീഷ്യൻസ് എല്ലാം തകർന്നു കഴിഞ്ഞ് ഇറാൻ എന്ന് പറയുന്നത് മറ്റൊരു ISIS എന്ന് പറഞ്ഞ സംഭവം അവിടെ ഉണ്ടാകാം. അതുകൊണ്ടാണ് അവിടെ ഭരിക്കുന്നവർക്ക് IRGCക്കും പവർ കൊടുത്തിരിക്കുന്നത്. കാരണം ഇറാഖ് കൊടുക്കുന്നൊരു പാഠമുണ്ട്. പക്ഷെ കംപ്ലീറ്റ് സറണ്ടർ. കാരണം ഈ ഇറാൻ അത് റീബിൽഡ് ചെയ്യാൻ പണം വേണം. അവരുടെ പണമൊന്നുമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ അമേരിക്കയുമായിട്ട് സഹകരിച്ച് വിൽക്കണം. അമേരിക്കൻ സാങ്ഷൻ ഇമ്പോസ് ചെയ്തിട്ട് എടുത്തു മാറ്റണം. കാരണം ഇതെല്ലാം പഴയ മെറ്റീരിയൽസും പഴയ എക്യുപ്മെൻസുമാണ് അവിടുത്തെ കർഗ് ഐലൻഡ് ആണെങ്കിലും അവിടുത്തെ ഓയിൽ റിഫൈനറിയിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പുതിയ സാധനങ്ങൾ വേണം. ഇറാൻ്റെ അവരുടെ ഒരു എയർപോർട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഇതിൻ്റെ യഥാർത്ഥം മനസ്സിലാക്കുക. വാർ തുടങ്ങുന്നതിന് മുമ്പ് ഇറാൻ്റെ കയ്യിൽ എത്രമാത്രം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഉണ്ട്, അത് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അതെല്ലാം പാകിസ്ഥാനെ കൊണ്ട് ഇത് ചെയ്തു, പാർക്ക് ചെയ്തു. കാരണം അതെല്ലാം നശിച്ച് ഒരെണ്ണം പോലും ഇല്ലാതായി പോവും. അപ്പം അങ്ങനെ ഒരു ഗതികെട്ട രാജ്യമായിപ്പോയി ഇറാൻ. എന്തുവായിരുന്നു ഇവർ പറഞ്ഞത്? ഡെത്ത് അമേരിക്ക, ഡെത്ത് ഇസ്രായേൽ. അവസാനം ആരാ ശരിക്കും ലിറ്ററലി ആരാ കൊല്ലപ്പെട്ടത്? ഇതിനെല്ലാം ഒറിജിനേറ്റ് ചെയ്ത ഇറാൻ തന്നെ പൂർണ്ണമായിട്ടും നശിച്ചു. പൂർണ്ണമായിട്ടും നശിച്ചതിൻ്റെ പേരിലാണ് അമേരിക്കൻ ടൈംസ് ആൻഡ് കണ്ടീഷനിൽ അവർ പോയി സൈൻ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എന്താണ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷബാസ് ഷെരീഫ് പറഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഡീൽ സൈൻ ചെയ്യും. കാരണം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യമല്ലേ പൂർണ്ണമായിട്ടും ഇല്ലാതായിപ്പോവും. ഒന്നാമത് ഈ പറയുന്ന നേവൽ ബ്ലോക്കേഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ പ്രശ്നമായി. സാധനങ്ങൾ വേണ്ടായോ? ഈ പറയുന്ന ഇറാൻ ഈ സഫീഷ്യൻറ്റ് സാധനമൊന്നും, ഓയിൽ മാത്രമേ, ഓയിലും ഗ്യാസേ ഉള്ളൂ. അതിനെയും കൂടെ ഹിറ്റ് ചെയ്ത് നശിപ്പിച്ച് കഴിഞ്ഞാൽ, കാരണം അതിൻ്റെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് പോലും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഗതികേടിലോട്ട് ഇറാൻ അങ്ങ് പോയി. ഇനിയാണ് ഇറാനിൽ അമേരിക്കൻ ഇൻ്റർവെൻഷൻ വരികയാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം. എന്താണ് ഒബാമ ഇറാനുമായിട്ടുണ്ടാക്കിയ കരാറ്? JCPOA. നിങ്ങളതിനകത്ത് വായിച്ചു നോക്കണം. അതായത് ഇറാനെ സമ്പുഷ്ടീകരിച്ച യൂറേനിയം കയ്യിൽ വെക്കാം, പക്ഷെ 5 വർഷത്തേക്കൊന്നും ചെയ്യരുത്, അത് കയ്യിൽ വെക്കാം. പക്ഷെ ഇറാന് ഫർദറായിട്ട് അത് റിസർച്ച് ചെയ്യാനും കൊടുത്തു ഒബാമയുടെ കരാറിൽ. അങ്ങനെയാണ് സാങ്ഷൻ ലിഫ്റ്റ് ചെയ്തത്. ട്രംപ് വന്ന് ആ സാങ്ഷൻ എടുത്തു, ആ കരാർ എടുത്ത് ദൂരെ കളഞ്ഞു. ട്രംപിൻ്റെ രീതിയിലോട്ട് ഇസ്രായേൽ എങ്ങനെ പറയുന്നു ആ രീതിയിലോട്ടും കരാറിനെ അങ്ങ് കൊണ്ടുപോയി. ഇസ്രായേലിൻ്റെ ഈ പറയുന്ന ഇറാൻ ആവശ്യപ്പെട്ടു ലെബനനിൽ അറ്റാക്ക് നിർത്തണം. ഇസ്രായേൽ നിർത്തിയോ? ലെബനീസ് ഗവൺമെൻറ് പറയുന്നു ഇസ്രായേൽ അറ്റാക്ക് ചെയ്യണം, ഹിസ്ബുള്ളയെ അവിടുന്ന് തുരത്തണം പൂർണ്ണമായിട്ടും. ഹമാസിനെതിരെ അറ്റാക്ക് നിർത്തിയോ? ഇല്ല. ഹൂത്തിക്കെതിരെ അറ്റാക്ക് നിർത്തിയോ? ഇല്ല. ഇറാൻ്റെ പ്രോക്സീസ് അവിടെ പോയി, എല്ലാം ഒന്ന് വൈപ്പ് ഔട്ടായിപ്പോയി. ഇതാണ് യൂണിപോളാർ വേൾഡ് എന്ന് പറയുന്നത്. അമേരിക്ക എന്ത് ചിന്തിക്കുന്നു അവരത് നടത്തും. ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവരെ എതിർത്തു. അവർ വിട്ടോ? ഇല്ല. അവരവരുടെ കാര്യം അവരുടെ രീതിയിൽ അവരുടെ ബിസിനസ് താല്പര്യം. ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ വെപ്പൺസ് മേടിച്ചു. അവിടെ എല്ലാം ഹിറ്റുണ്ടായ. അമേരിക്കയ്ക്ക് ഹിറ്റ് കിട്ടി, അവരുടെ ബേസുകളിൽ ഹിറ്റ് കിട്ടി. അമേരിക്കയുടെ 40ഓളം എയർക്രാഫ്റ്റുകൾ നശിച്ചുപോയി. പക്ഷെ അതിനെല്ലാം അവർ കോമ്പൻസേറ്റ് ചെയ്യും. എങ്ങനെ? ഇറാൻ്റെ ഓയിൽ അവർ തന്നെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, അമേരിക്കൻ കമ്പനികൾ. അപ്പം ഇതിൻ്റെ ലാഭത്തിൻ്റെ 100 ഇരട്ടി ലാഭം അതിൻ്റെ അകത്തുനിന്ന് അവരുണ്ടാക്കിയെടുക്കും. അതുകൊണ്ടാണ് ബേസിക്കലി അമേരിക്കൻസ് ആദ്യം മുതൽ ഈ ഇറാൻ എന്ന് പറഞ്ഞ അവരുടെ മിസൈലും ഡ്രോണും കുവൈറ്റിലെ ഓയിൽ റിഫൈനറി ആണെങ്കിൽ ഓയിൽ ബ്ലോക്സിലും, ബഹ്റിനിൽ വീണപ്പോഴും, UAE അബുദാബിയിൽ വീണപ്പോഴും, സൗദി അറേബ്യ വീണപ്പോഴും അമേരിക്ക ഒരു കാരണവശാലും കർഗ് ഐലൻഡിൽ ഇറാൻ്റെ ഓയിലിനെ തൊട്ടില്ല. എൻ്റെ കാര്യം എന്താ? കാരണം കാര്യം നാളെ ഇതിനകത്ത് ഒരു ഓപ്പറേറ്റ് ചെയ്യേണ്ടവരാ. അതുകൊണ്ടാണ് തൊടാതിരുന്നത്. അതാണ് അവിടെ വിജയം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓയിൽ തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. കാരണം ലോകത്തിൻ്റെ എനർജിയുടെ 90% അതായത് ഇറാൻ്റെ കൂടെ കൈ വന്നു കഴിഞ്ഞാൽ ഇത് അമേരിക്കയുടെ കയ്യിലായി. അതാണ് യൂണിപോളാർ. ഏറ്റവും വലിയ പട്ടാളം, ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ എനർജി
അമേരിക്കയുടെ കയ്യിൽ. നാളെ എല്ലാ രാജ്യങ്ങളും പോയി സറണ്ടർ ചെയ്യേണ്ട രീതിയിൽ അവരതിനെ ആക്കിയെടുത്തു. ആ വാറാണ് അമേരിക്ക. അതാ വാറിലകത്ത് അമേരിക്കയ്ക്ക് നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അമേരിക്ക നിശ്ചയിക്കുന്നിടത്ത കാര്യങ്ങൾ കൊണ്ടുപോകും. യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളും നെറ്റോ അലയൻസ് പാർട്ട്നേഴ്സ് പോലും പറഞ്ഞാൽ കേൾക്കില്ല. അവരച്ചീവ് ചെയ്യും, അവരത് കൊണ്ടുപോകും. ഇത് തന്നെയാണ് നടന്നത്. ഇറാൻ വാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ നഷ്ടം ഇറാൻ്റെ അവരുടെ ആധ്യാത്മിക നേതാവ് അലി ഖമൈനി, അയാളുടെ കൂട്ടർ ഒന്നടങ്കം മരിച്ചു, ആ കുടുംബം ഇല്ലാതായിപ്പോയി. അത് അദ്ദേഹത്തിൻ്റെ മകൻ മുസ്തഫ ഖമൈനി അയാൾ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അലി ഖമൈനിയുടെ ശവശരീരം പോലും അടക്കാൻ പറ്റുന്നില്ല അവർക്ക്. 4 മാസമായ മരിച്ചിട്ട് അതെവിടെ കിടക്കുക. അതിനി അടക്കാൻ പോകുന്നേ ഉള്ളൂ. അവരുടെ ഡിഫൻസ് മുഴുവനും തീർന്നു, എയർഫോഴ്സും നേവിയും തീർന്നു, നാശക്കോടാലിയാക്കി കൊടുത്തു. ഇതാണ് ഇറാന് കിട്ടിയ ഏറ്റവും വലിയ പാട്. അവസാനം ആ രാജ്യം കംപ്ലീറ്റ് ആയിട്ട് അമേരിക്കയുടെ മുമ്പിൽ പോയി സറണ്ടർ ചെയ്തു, അവരുടെ ഓയിൽ ഉൾപ്പെടെ. അപ്പം നിങ്ങൾ ആലോചിക്കുക, ആരാണ് വിജയിച്ചത്? വാറിൻ്റെ അകത്ത് അമേരിക്കയുടെ യൂണിപോളാർ അവൻ നിശ്ചയിച്ച സംഭവമുണ്ട്, അതിലവൻ അച്ചീവ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് വാറിൻ്റെ സമയത്തൊക്കെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് കയറിപ്പോയത്. അതേപോലെ ഇസ്രായേലി ബിസിനസ്സും കയറിപ്പോയതിൻ്റെ കാരണം അത്. കാരണം അവർക്കറിയാം റിസൾട്ട് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കും. അത് അമേരിക്കൻ ബിസിനസ് താല്പര്യങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇറാനെ കൊണ്ട് അടിച്ച് നശിപ്പിച്ചാൽ അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്ന ലോങ് ടൈം ആണ് നോക്കിയിരിക്കുന്നത്. അതിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയും സക്സീഡായി എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം.